അവിശ്വാസികൾ ദേവസ്വം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പരിണിതഫലമാണ് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരിക്കുന്നത്. ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാലത്തും പറയാം, എൻ്റെ പ്രസ്താവന എടുക്കുന്നത് ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. ശശി തരൂർ പാർട്ടി ലൈനിൻ്റെ പൂർണ്ണ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അല്ല, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഞങ്ങൾ ഇന്നലെ സ്ക്രീനിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മധുസൂദനൻ മിസ്ത്രി ചെയർപേഴ്സണായിട്ട്. ആ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അവരുടെ ഉത്തരവാദപ്പെട്ടവർ ഇവിടെ കേരളം സന്ദർശിക്കും അധികം വൈകാതെ. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി ഇവിടുത്തെ കേരളത്തിലെ പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി യോഗം കൂടിയിട്ട് ആ യോഗം കൂടി സ്ക്രീനിംഗ് കമ്മിറ്റി മുമ്പാകെ പ്രപ്പോസലുകൾ സമർപ്പിക്കും. അപ്പോൾ ചർച്ചകൾ തുടങ്ങും. എത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്താഗതി. ജനുവരി അവസാനമാകുമ്പോഴത്തേക്കും പൂർത്തിയാക്കി ഒരു ആദ്യഘട്ടമെങ്കിലും പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയും. അതാണ് ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ്. ജനുവരി അവസാനത്തോടുകൂടി കുറച്ച് സ്ഥാനാർത്ഥികളെയെങ്കിലും പ്രഖ്യാപിക്കുക എന്നുള്ളത്. പക്ഷെ എന്തായാലും പതിവിന് വിപരീതമായിട്ട് സ്ഥാനാർത്ഥികളെല്ലാം നേരത്തെ പ്രഖ്യാപിക്കപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന വേദി ഇതല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ച തെരഞ്ഞെടുപ്പ് സമിതികളിലും അതുപോലെ സ്ക്രീനിംഗ് കമ്മിറ്റികളിലുമാണ്. ആ ചർച്ചകളിലാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച വരിക. ഇവിടെ ഒന്നും ആ ചർച്ചകൾ വന്നിട്ടേയില്ല. ഒരുപാട് സമര പരമ്പരകൾക്ക് തുടക്കം കുറിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ സമരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അന്താരാഷ്ട്ര ബന്ധങ്ങൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. കൂടുതൽ സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രാവശ്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണിത്. വിശ്വാസികളല്ലാത്തവരെ ദേവസ്വം ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി, അത് ഏത് മതമായിക്കോട്ടെ, അവരവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനം ഉണ്ടാവും, ദൈവഭയം ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ലാത്ത ദൈവത്തിൻ്റെ സ്വത്ത് തൻ്റെ സ്വത്താണെന്ന് കരുതി കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. അത് കൃത്യമാണ്. അവിശ്വാസികൾ ദേവസ്വം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പരിണിതഫലമാണ് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളത് കൃത്യമായി മനസ്സിലാക്കി. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ ഉണ്ടാകും. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള മനരേഖ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും PCC പ്രസിഡന്റ് ഇത് കഴിഞ്ഞ് പ്രഖ്യാപിക്കും. തീർച്ചയായും ഞാനതാ പറഞ്ഞത്, നമ്മുടെക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊള്ളയാണത്. സുപ്രീം കോടതി, പരമോന്നത നീതിന്യായ ഹൈക്കോടതി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കേസേ ഉണ്ടാവില്ലായിരുന്നു. ഹൈക്കോടതിയുടെ ഓരോ നിരീക്ഷണങ്ങളും SIT-യിൽ പോലും വിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കുന്നതാണ്.